ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഗായ്സ് നമ്മളിപ്പം വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് അസ്വസ്ഥത വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ അതേ എഗെയിൻ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് ഞാനല്ല, അമ്മച്ചിമ്മ അല്ല കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നൗഫിയാണ് ഗായ്സ് ഇന്ന് കുക്കിംഗ് ചെയ്യുന്നത്. ആൾക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കര ക്രേവിങ്സ്, ഉള്ളിവട കഴിക്കണമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ വയ്യ, നീ എന്തുവാന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വീഡിയോ എല്ലാം കണ്ട് സെറ്റാണ്, അപ്പം ഞാൻ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ആളുടെ ആദ്യം തന്നെ മൈദ ഒക്കെ ഇടഞ്ഞു വെച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ്, പിന്നെന്താണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഗൈസ്. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലതുപോലെ നല്ലതായിട്ട് ഇളക്കി. ഇടയ്ക്ക് എന്നോട് സഹായം ചോദിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞു നീ തന്നെ അങ്ങ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പച്ചമുളക് ഞാൻ പറഞ്ഞിടാ, മുളക് പൊടി ഇട്ടാൽ പോരെ, വേണ്ട പച്ചമുളക് വേണം. അങ്ങനെ പച്ചമുളക് ഇട്ടു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴത്തേക്കും അതിൽ നല്ലവണ്ണം വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ അവനാണല്ലോ ചെയ്യുന്നത്. അവൻ പറഞ്ഞു നമുക്ക് കണ്ട വീഡിയോയിൽ വെള്ളമൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ടായിരുന്നു, അപ്പോൾ നല്ലോണം പിഴിയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ചെയ്തോ. അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോഴാണ് കരിയാപ്പല ഇല്ലാന്ന് അറിഞ്ഞത്. അങ്ങനെ ഓടിപ്പോയി കരിയാപ്പലയൊക്കെ പറിച്ചുകൊണ്ട് ഗൈസ് ഞാൻ തിരിച്ച് വീണ്ടും ഞാൻ ഓടിപ്പോയി കരിയാപ്പലയൊക്കെ കൊണ്ട് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കരിയാപ്പല പിന്നെ പിച്ചി ഇടുന്നുണ്ട് ഗൈസ്. ഞാൻ വെറുതെ ഇങ്ങനെ വളവളാന്ന് സംസാരിക്കും ഗൈസ്, നിങ്ങൾ വലിയ ശ്രദ്ധിക്കേണ്ട ഗൈസ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മൈദ ഇട്ടു. അപ്പം ഞാൻ പറഞ്ഞിടാ കുറച്ച് മൈദയും കൂടുതൽ സവാള, അതാണല്ലോ ഉള്ളിവട. അപ്പോൾ കുറച്ച് മുളക് പൊടി, അങ്ങനെ കുറച്ച് പിന്നെ ജീരകം കൂടെ ആഡ് ചെയ്ത് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ സെറ്റായിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ നല്ലോണം ഇളക്കുക. നമ്മൾ ഈ സമയത്ത് വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട, കാരണം ഓൾറെഡി നമ്മുടെ സവാളയിൽ വെള്ളത്തിൻ്റെ ഒരു മയം ഉണ്ടല്ലോ. അപ്പോൾ നല്ലോണം നമ്മൾ ജസ്റ്റ് ഇളക്കിയാൽ മാത്രം മതി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനിയാണ് ഞാൻ ഗൈസ് കയറിയത്, കാരണം ഇനി എണ്ണയിലുള്ള പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാനിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു. അങ്ങനെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ ആ ഒരു സംഭവം കണ്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ എണ്ണ ചൂടായെന്ന് അറിയാതെ അതിൽ നിന്ന് കുറച്ചെടുത്ത് അങ്ങോട്ട് ഇട്ട് നോക്കി. അപ്പോൾ നല്ലതുപോലെ എണ്ണ തിളച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ 1 2 3 4 എന്ന് പറഞ്ഞ് ഓരോന്ന് ഞാൻ ഇട്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അത് തിരിച്ചിടുക ഗൈസ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉള്ളിവട ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അമ്മച്ചിമായും നൗഫിയും കൂടെ, ആൾക്ക് കൊതി സഹിക്കാൻ വയ്യ ഗൈസ്. അങ്ങനെ രണ്ടുപേരുടെ കുക്കിങ്ങിലേക്ക് കയറി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി. ഞാനിതിൽ ഇനി സത്യസന്ധമായൊരു റിവ്യൂ പറഞ്ഞാൽ ഗായ്സ്, സംഭവം നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. ആദ്യത്തേതൊക്കെ ഉണ്ടാക്കിയപ്പോൾ കറക്റ്റ് പരുവത്തിനാണ് നമ്മൾ എടുത്തത്. പിന്നീട് ഗ്യാസ് ഇത് കുറയ്ക്കാനായിട്ട് മറന്നുപോയതുകൊണ്ട് കുറേയൊക്കെ കരിഞ്ഞു പോയി ഗായ്സ്. സാരമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.